യാത്രക്കാർ കാത്തിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരണാസിയിൽ നടന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് 4 വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിച്ചത്. ചൊവ്വാഴ്ചയാണ് വന്ദേ ഭാരതിന്റെ സാധാരണ സർവീസ് ആരംഭിക്കുക. കേരളത്തിന് ലഭിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് മലയാളികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ്. വാണിജ്യ നഗരമായ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി ശുഭയാത്ര. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർക്കു പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ആദ്യ യാത്ര. തൃശൂർ വരെ യാത്ര ചെയ്തും യാത്രക്കാരുമായി സന്തോഷം പങ്കുവച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിന്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിൽ വന്ദേ ഭാരതിൽ എത്തിച്ചേരാം. 600 സീറ്റുകളുണ്ട്. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിലെത്തും. തിരിച്ച് എറണാകുളം സൗത്തിൽ നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബംഗളൂരുവിലും. ചെയർകാറിന് 1400 രൂപയ്ക്കുള്ളിലും എക്സിക്യൂട്ടീവിന് 2400 വരെയും ടിക്കറ്റ് നിരക്ക് വരാം. ചൊവ്വാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്തു തുടങ്ങാം. എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ 9 സ്റ്റോപ്പുകൾ മാത്രം, 600ഓളം സീറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ഇതാ എത്തിപ്പോയി. ആദ്യ യാത്ര ആഘോഷമാക്കുകയാണ് യാത്രക്കാർ. ഷിജു ചവറയ്ക്കൊപ്പം വന്ദേ ഭാരതിൽ നിന്ന് വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.